പോലീസ് സ്റ്റേഷനിലെ ഒരു SIO, CEO, DYSP ആരെങ്കിലും ഒരാളെ മർദ്ദിച്ചെന്ന് തോന്നിയാൽ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിലെ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുക. നിങ്ങൾ ചെന്ന കംപ്ലൈൻറ്റ് എടുക്കില്ല, നിങ്ങൾ പോസ്റ്റിലോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പരാതി സ്പീഡ് പോസ്റ്റിലോ രജിസ്റ്റേർഡ് പോസ്റ്റിലോ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് അയച്ചു കൊടുക്കുക. പോലീസ് നമ്മളെ ഉപദ്രവിച്ചാൽ പോലീസ് പരാതി കൊടുത്ത് നീതി ലഭിക്കൂ എന്നുള്ള കാര്യം അത് വളരെ സംശയാസ്പദമാണ്. പല ആൾക്കാർ ഇന്നും കേരളത്തിൽ പല സ്ഥലത്തും പല റാങ്കിലുള്ളവർ ഇതുപോലെ കാണിക്കുന്നവർ ഇതുപോലെ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടിട്ട് ഭീകരമായിട്ട് മർദ്ദിച്ച് പലരും ട്രയൽ ഫേസ് ചെയ്യുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. കാരണം ഈ കേസ് ഡിസ്പോസ് ചെയ്ത് മാത്രമേ റിട്ടയർമെൻറ്റ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അതാരും പ്രതീക്ഷിക്കേണ്ട. ഇത് സൂപ്പർവൈസറി ഓഫീസേഴ്സിൻ്റെ ലാപ്സസും അവരുടെ മോശമായ ചിന്താഗതി കൊണ്ടാണ്. അവർ രാഷ്ട്രീയമായ ചില പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെ താങ്ങും. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചില കേസിനകത്ത് അവർക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചില പാർശ്വവർത്തികൾ പറയുന്ന ആൾക്കാരുടെ ഉത്തരവനുസരിച്ച് ഇവരെ സഹായിക്കും. അത് ഇവർ കുഴപ്പത്തിലാവും. പ്രൈം വിറ്റ്നസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറുമായി. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോർജ് ജോസഫ് സാർ തന്നെയാണ് ഒപ്പമുള്ളത്. സാറ്, കള്ളക്കേസ് എടുക്കുന്ന രീതി പോലീസ് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരനെ പോലീസ് അനാവശ്യമായി മർദ്ദിക്കുകയോ കള്ളക്കേസ് എടുക്കുകയോ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? എവിടെ പരാതിപ്പെടണം? അത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയൊക്കെ ഉണ്ട്. അവിടെ ഒന്നും പോകണ്ട. പോലീസ് സ്റ്റേഷനിലെ ഒരു SIO, CEO, DYSP ആരെങ്കിലും ഒരാളെ മർദ്ദിച്ചെന്ന് തോന്നിയാൽ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിലെ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുക. നിങ്ങൾ ചെന്ന കംപ്ലൈൻറ്റ് എടുക്കില്ല, നിങ്ങൾ പോസ്റ്റിലോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പരാതി സ്പീഡ് പോസ്റ്റിലോ രജിസ്റ്റേർഡ് പോസ്റ്റിലോ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് അയച്ചു കൊടുക്കുക. അയാൾ എടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് SP-ക്കാണ് കൊടുക്കാൻ. DYSP എന്നൊരു റാങ്കിൽ പരാതിപ്പെടാൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലൊന്നും പറയുന്നില്ല. SP-ക്ക് കൊടുക്കുക. പിന്നെ DGP, ADGP ഒന്നും ആ രംഗത്തില്ല. ഒരു പരാതി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്യുക. എടുത്തില്ലെങ്കിൽ അയാളുടെ മേലുദ്യോഗസ്ഥനായ SP അല്ലെങ്കിൽ കമ്മീഷണർ, ഒരു ജില്ലയുടെ ചാർജുള്ള ആർക്കാണോ അയാൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുക. അവിടെ രണ്ടിടത്തും കേസ് എടുത്തില്ലെങ്കിൽ, അവിടെ ഒരാഴ്ച കഴിഞ്ഞ് കേസ് എടുത്തില്ലെങ്കിൽ ആ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ BNSS പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SHOയ്ക്ക് പരാതി കൊടുത്ത് കേസ് എടുത്തില്ലെങ്കിൽ SP-ക്ക് കൊടുക്കുക അല്ലെങ്കിൽ കമ്മീഷണർക്ക് കൊടുക്കുക. അവിടെ ഒരാഴ്ച കൊണ്ട് പരാതി എടുത്തില്ലെങ്കിൽ വീണ്ടും കോടതിയിലോട്ട് പോവുക. കോടതി നേരിട്ട് കൊടുക്കുമ്പം പോലീസ് സ്റ്റേഷൻ കൊടുത്ത പരാതി കോടതി കൊടുക്കണം, അതിൻ്റെ കോപ്പി കൊടുക്കണം. SP-ക്ക് കൊടുത്തതിൻ്റെ പരാതി കോപ്പി കൊടുക്കണം. കോടതി കൃത്യമായിട്ട് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും, നിങ്ങളുടെ സാക്ഷിപ്പട്ടിക കൊടുക്കുക. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന പോലെ തന്നെ കോടതിയുടെ ചാർജ് ഷീറ്റ് വരും. കോടതി അത് ട്രയൽ നടത്തും, ശിക്ഷിക്കുകയും ചെയ്യും. പോലീസ് ഒരു സാധാരണക്കാരനെ അനാവശ്യമായി ദ്രോഹിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ പരാതിപ്പെട്ടാൽ ഉറപ്പായും പോലീസിൽ നിന്ന് നീതി ലഭിക്കുമോ? പോലീസ് നമ്മളെ ഉപദ്രവിച്ചാൽ പോലീസ് പരാതി കൊടുത്ത് നീതി ലഭിക്കൂ എന്നുള്ള കാര്യം അത് വളരെ സംശയാസ്പദമാണ്. കാരണം നടക്കാനില്ല. കാരണം ഇപ്പം തന്നെ കണ്ടല്ലോ, അതിനെല്ലാം മറ്റ് സംവിധാനം ക്രിമിനൽ പ്രൊസീജിയർ കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ കൊടുത്തിട്ടും SP-ക്ക് കൊടുത്തിട്ടും നടപടി എടുത്തില്ലെങ്കിൽ നേരിട്ട് കോടതി ഫയൽ ചെയ്യുക, അവിടെ സാക്ഷിപ്പട്ടിക കൊടുക്കുക, നിങ്ങളുടെ എന്താണ് പരാതി എന്ന് പെറ്റീഷൻ കോടതി കൊടുക്കുക. കോടതി, ആ ലോവർ കോടതി തീർച്ചയായിട്ടും നടപടിയെടുക്കും. നിങ്ങളെ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ DGP വരെയുള്ളവരെ അവരെ വിളിച്ചു വരുത്തും. അവർ പ്രതിക്കൂട്ടിനകത്ത് നിൽക്കും, പ്രതിസ്ഥാനത്ത് അവരെ കാണിക്കാം. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നടപടി ഉണ്ടാവും. പലർക്കും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. പല ആൾക്കാരും പിരിച്ചുവിട്ടിട്ടുണ്ട്. പല ആൾക്കാരും ഇന്നും കേരളത്തിൽ പല സ്ഥലത്തും പല റാങ്കിലുള്ളവർ ഇതുപോലെ കാണിക്കുന്നവർ ഇതുപോലെ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടിട്ട് ഭീകരമായിട്ട് മർദ്ദിച്ച് പലരും ട്രയൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ഭാഗ്യത്തിന് കോടതി ആ ദൃശ്യം കണ്ടു, കോടതി നടപടി തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ സാക്ഷികളെ ഹാജരാക്കുക. ഈ CCTV ദൃശ്യം അവിടെ എക്സിബിറ്റായിട്ട് ഹാജരാക്കുക. തീർച്ചയായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ശിക്ഷ വരും. ഇപ്പം പോലീസിൽ സോമോട്ടമായിട്ട് കേസെടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനെ ഒരു കേസ് വരുമ്പം കോടതിയിൽ ഇതിന് ഒരു കേസും പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് വരുമ്പം ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിയുമ്പം കോടതിയിൽ ആ പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്ത് ഈ കേസ് കൂടെ ക്ലബ് ചെയ്ത് രണ്ടും കൂടെ ഒന്നിച്ച് ട്രയൽ നടത്തും. അങ്ങനെയാണ് നിയമവ്യവസ്ഥയെ പറയുന്നത്. അതുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നത് അവിടെ നേരത്തെ കോടതി എടുത്തുകൊണ്ട് ഇവിടെ എടുക്കാൻ കഴിയില്ല. അത് വേറെ ഇടപാടാണ്. ആ പരിപാടിക്കൊന്നും നടക്കത്തില്ല. ആ ഒരു നിയമോപദേശം ഒരിക്കലും വില പോകുന്നതല്ല. കോടതി എടുത്തോട്ടെ. കോടതി പോലീസ് എടുക്കാത്തതുകൊണ്ടല്ലേ കോടതി പോയി നമ്മൾ കേസ് കൊടുത്തത്.
പോലീസ് സ്റ്റേഷനിൽ ഇപ്പം രണ്ടാമതൊരു മറുചിന്ത വന്നു, അല്ലെങ്കിൽ സെക്കൻഡ് തോട്ടിൽ അവർ കേസെടുക്കുന്നത് എടുക്കട്ടെ, കേസെടുത്ത് അന്വേഷിക്കട്ടെ, കുറ്റച്ചാർജ് കൊടുക്കട്ടെ. കൊടുക്കുമ്പം നേരത്തെ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഏത് കോടതി കൊടുത്തോ ആ കോടതിയുടെ ഫയലിനൊപ്പം ഇതുകൂടെ ചേർത്തിട്ട് രണ്ടും ഒന്നിച്ച് കോടതി പരിശോധിച്ചിട്ട് കുറ്റച്ചാർജ് ഫ്രെയിം ചെയ്ത് ട്രയൽ നടത്തി ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യും. സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ഒരു സംഭവം തന്നെയാണ്. അപകട കേസിലെ വാഹനം വിട്ടു നൽകാൻ 10,000 രൂപ കൈക്കൂലി വാങ്ങിയ എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ഗോപകുമാറിനെ വിജിലൻസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയതിനെ കുറിച്ച്. സാർ, അതിനെക്കുറിച്ച് കൃത്യമായി വീഡിയോ ചെയ്തതുമാണ്. ഈ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ ഒഴിവാക്കിയതുപോലെ ഇത്തരം കൈക്കൂലിക്കാരെയും മാറ്റേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ കൈക്കൂലിക്കാരെ നിയമം അനുസരിച്ച് അയാളിപ്പം റിമാൻഡിലാണ്. അയാൾ ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ജാമ്യത്തിൽ എലിജിബിളാണ്, ജാമ്യം കിട്ടും. അതിനുശേഷം 6 മാസം സസ്പെൻഷൻ നിൽക്കും. 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് വീണ്ടും സർവീസിൽ കയറാം. സർവീസിൽ ഇരുന്നുകൊണ്ട് അയാൾ കേസ് നടത്തണം. കേസ് നടത്തി കഴിയുമ്പോൾ ഇടയ്ക്ക് അയാൾ ചിലപ്പോൾ റിട്ടയർ ചെയ്തെന്ന് വരും. റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. കാരണം ഈ കേസ് ഡിസ്പോസ് ചെയ്ത് മാത്രമേ റിട്ടയർമെൻറ്റ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അതാരും പ്രതീക്ഷിക്കേണ്ട. സാധാരണ ഒരു ഫാഗ് എൻഡിൽ അവസാന കാലഘട്ടത്തിലാണ് ചിലപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എടുത്തു ചാടുന്നത്. ഈ ഗോപകുമാർ റിട്ടയർ ചെയ്യാറായതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള മോഹം കൊണ്ടാണ് 10,000 രൂപ ഡിമാൻഡ് ചെയ്ത്. അത് അദ്ദേഹത്തിൻ്റെ ആ ജോലിയിലെ അന്ത്യമായി. ഇനി തിരിച്ച് കയറിയാൽ തന്നെയും അദ്ദേഹത്തിനെ കൺവിറ്റ് ചെയ്യും. കാരണം നല്ല എവിഡൻസ് ഉണ്ട്. 10,000 റുപ്പീസ് വാങ്ങിച്ചതിന്, ഫിനോപ്തലിൻ പൊടിയിട്ട് പിടിച്ചതിന് അതിന് 2 ഗസറ്റഡ് ഓഫീസർമാർ സാക്ഷിയുണ്ട് അവിടെ. അത് തന്നെയല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൾക്കാർ സാക്ഷിയുണ്ട്. പിടിക്കപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സർവീസ് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, നിരന്തരം പോലീസ് വിവാദത്തിലാവുകയാണ്. ശരിക്കും പോലീസിൽ അഴിച്ചുപണി ആവശ്യമാണോ? എവിടെയാണ് തിരുത്തേണ്ടത്? പോലീസ് കൃത്യമായി മേലുദ്യോഗസ്ഥന്മാരുടെ സൂപ്പർവിഷൻ ലാപ്സസ് കൊണ്ടാണ്. അത് മറ്റാരെയും കൊണ്ടും ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സൂപ്പർവൈസറി ഓഫീസേഴ്സിൻ്റെ ലാപ്സസ് അവരുടെ മോശമായ ചിന്താഗതി കൊണ്ടാണ്. അവർ രാഷ്ട്രീയമായ ചില പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെ താങ്ങും. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചില കേസിനകത്ത് അവർക്ക് ഗവൺമെൻറ് പറയാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ചില പാർശ്വവർത്തികൾ പറയുന്ന ആൾക്കാരുടെ ഉത്തരവനുസരിച്ച് ഇവരെ സഹായിക്കും. അത് ഇവർ കുഴപ്പത്തിലാവും. ഇപ്പം ഈ കേസിനകത്ത് തന്നെ ഇത്രയും വലിയൊരു ദൃശ്യം നേരത്തെ അവിടുത്തെ DYSP, SP, അവിടുത്തെ DIG കണ്ടതാണ്. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? കോടതിക്ക് ഇപ്പോൾ നടപടിയെടുക്കാൻ തോന്നിയില്ലോ. ഇവർക്കെന്താ നടപടിയെടുക്കാൻ പറ്റാത്തത്? അപ്പോൾ അത് രാഷ്ട്രീയ ചിന്തയും സ്വാധീനവും കൊണ്ട് തന്നെ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആ മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തുള്ള ലാപ്സസ് അവരെയാണ് ആദ്യം പിടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ കേരള പോലീസ് നന്നാവൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഇതുപോലെ അപക്വമായ, ഇതുപോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തികൾ അവർ കണ്ടില്ലെന്ന് നടക്കുകയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവരത് മേൽനടപടി എടുക്കാതെ പോവുകയും ചെയ്യുന്ന മേലുദ്യോഗസ്ഥന്മാരെയാണ് ഇനി പിടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ പോലീസ് നന്നാകുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, പോലീസ് അസോസിയേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് സാർ എപ്പോഴും പറയാറുള്ളതാണ്. അതിന് ഇനി എങ്ങനെ മാറ്റം വരും? പോലീസിലെ ഈ അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നത്, ഇന്ത്യൻ പട്ടാളത്തിലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെങ്ങും ഈ ഒരു സംവിധാനമില്ല. ട്രേഡ് യൂണിയൻ പോലെ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ജയിലിലുമുണ്ട്. ജയിൽ ജീവനക്കാരെടുത്ത് ഇതുപോലെ സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് അവിടെ വരുന്ന തടവ് പുള്ളികളുടെ രാഷ്ട്രീയം നോക്കി മാത്രമേ അവർക്ക് ജയിലിലെ കാര്യമായാലും ശരി, ഈ ലോക്കലിലെ കാര്യമായാലും ശരി അവർക്ക് നിശ്ചയിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പിണിയാളുകളായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നു എന്നുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്കൊരു നിയമം നടപ്പാക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അസോസിയേഷൻ കൃത്യമായിട്ട് പിരിച്ചുവിട്ടിരിക്കണം. കാരണം അതിന് ബദൽ സംവിധാനം പോലീസിലുണ്ട്. എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും DIG അല്ലെങ്കിൽ IG അല്ലെങ്കിൽ DGP അവരുടെ ഓരോ യൂണിറ്റിലും അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ ചോദിക്കണമെന്ന് എല്ലാ മാസവും ആ കാര്യം ചോദിക്കണമെന്നും, അത് കമ്മീഷണർ ആയാലും ശരി, SP ആയാലും ശരി, കീഴിലുള്ള കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അവർക്ക് എന്തെങ്കിലും പരിതാപനോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമുണ്ട് കറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അതൊന്നും ഇവിടെ മന്ത്ലി കോൺഫറൻസ് ആണത്. ഓരോ മാസവും ഉണ്ട്. അവിടെ നമുക്ക് നീതി ലഭിക്കണം. താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ നീതി ലഭിക്കണം. അവർ റെപ്രസെൻ്റ് ചെയ്യാണ് അവർ. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരും. ഇതാണ് പോലീസിലെ സമ്മതം. അതിന് പകരം യൂണിയൻകാരെ പോലെ, ഒരു ട്രേഡ് യൂണിയനെ പോലെ പോലീസിലൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനത്ത് ഭരണത്തിൽ മാറി മാറി വരുന്നതനുസരിച്ചുള്ള ചിന്താഗതികൾ അവരുടെ പിണിയാളുകളായിട്ട് ഇവർക്കുണ്ടാവും. അപ്പം പലർക്കും
എതിർകക്ഷികൾക്കുള്ളവർക്ക് നീതി ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് പോലീസ് അസോസിയേഷൻ എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നത്. സർ, പോലീസുകാരുടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ മാങ്കൂട്ടത്തലിന്റെ കേസിലാണെങ്കിലും ക്രൈംബ്രാഞ്ച് പരാതിയില്ലാതെയാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഇതൊക്കെ വലിയ രീതിയിൽ ദോഷം ചെയ്യില്ലേ? തീർച്ചയായിട്ടും പോലീസിന്റെ ഇമേജ് തകർത്ത ഒരു കാര്യമാണ്. ഒരു വാദിയില്ലാതെ സോമോട്ടമായിട്ട് കേസെടുക്കാം, പക്ഷേ അത് കോഗ്നിസൻസ് ഉണ്ടെന്ന് ബോധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരാളെ സംശയിച്ച് അയാളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് തപ്പി നടക്കുകയാണ് പോലീസ്. അയാളൊരു ക്രിമിനൽ അല്ല, അയാളൊരു MLA ആണ്, അയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണ്, അവർ യൂത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചുള്ള സംസാരവും കാലഘട്ടത്തിനനുസരിച്ചുള്ള നടപ്പും ഇരിപ്പും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ തമ്മിലുള്ള സംസാര ഭാഷ ഒരു സാംസ്കാരിക നിലവാരമുള്ളതല്ല. വളരെ മോശമായ രീതിയിലാണ് അവരുടെ സംസാരങ്ങളെല്ലാം. അത് തമ്മിൽ സംസാരിക്കുന്നതിനകത്ത് ഒരു ഒഫൻസ് കണ്ടെത്താൻ കഴിയില്ല. കാരണം വേറൊരാൾ പരാതിപ്പെട്ടെങ്കിൽ അത് കണ്ടിട്ട് വേറൊരാൾ പരാതിപ്പെട്ടാലും ആ കേസ് നിൽക്കത്തില്ല. പബ്ലിക് ന്യൂസൻസ്, റോഡിലിറങ്ങിയിരുന്ന് തിരുത്ത് വിളിച്ചോ തെറി വിളിക്കുക പബ്ലിക് ന്യൂസൻസ് ആവും. രണ്ടുപേര് തമ്മിൽ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കൂടെ ചീത്തയും തെറിയും വിളിച്ചു പറയുന്നത് അവർ തമ്മിൽ കേൾക്കാൻ വേണ്ടി, അവർ തമ്മിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു നടപടി എടുക്കാൻ പോലീസിന് അർഹതയില്ല. പോലീസ് നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ നടപടി എടുക്കാവുള്ളൂ. രണ്ടുപേര് തമ്മിൽ സ്നേഹത്തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന മ്ലേച്ഛമായ സംസാരങ്ങൾ, വളരെ മോശമായ പദപ്രയോഗങ്ങളൊക്കെ അവരുടെ രസത്തിന് വേണ്ടി പറയുന്നതാണ്. അത് അവർ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു മുറിയിലിരുന്ന് പറയുന്നതാണ്. അത് ഒരു പബ്ലിക് ന്യൂസൻസ് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിന് അത് ഒഫൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് മൂഢന്മാരാണെന്നേ പറയാൻ പോലും. കോടതിയിൽ കേസ് നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സർക്കാർ കേസ് എടുപ്പിച്ചത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് കരുതാമോ? അതോ ഇത്ര വലിയ വിവാദമുയർന്നിട്ടും സർക്കാർ ഇതിൽ ഒരു ഇടപെടലും നടത്തിയില്ല എന്ന പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടി ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമാണോ ഈ ഒരു അന്വേഷണം? അതൊന്നുമല്ല. അതാ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസിന്റെ DGP ഉൾപ്പെടെയുള്ളവർ സർക്കാരിലേക്ക് പറയണം, വാദിയില്ല ഈ കേസിനകത്ത്, കേസെടുക്കാൻ കഴിയില്ല, ആരും പരാതിക്കാരില്ല, ഗർഭചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗർഭചിത്രം ഇപ്പം മൈനറായ കുട്ടിക്ക് ഒരു പ്രഗ്നൻസി ഉണ്ടായ ഗർഭചിത്രം നടത്തുന്നത് നിയമപരമായി പരിരക്ഷ കിട്ടുന്നുണ്ട്. അതൊരു ഡോക്ടർക്ക് ചെയ്യാം, അത് പോലീസ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എത്രയോ റൂളിങ്സ് കിടക്കുന്നത്. അപ്പം മൈനറായ ഒരു കുട്ടി ഗർഭവതിയായാൽ അത് അബോർട്ട് ചെയ്ത് കളയാൻ നിയമപരമായി ഒരു ഡോക്ടർക്ക് ആരുടെയും സഹായം വേണ്ട, അത് പോലീസിൽ അറിയിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത കേസിനകത്ത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ കാര്യമാണ്, അത് അവർ തമ്മിലുള്ള ബന്ധമാണ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് ജീവനോടെ കൊന്നാൽ അത് മർഡർ തന്നെയാണ്, സംശയമില്ല. അതിൽ ഒരു അബോർഷൻ നടക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനകത്ത് പെട്ടാണ്. ഒരു കുട്ടി വയറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ജീവൻ തുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള അബോർഷൻ മാത്രമാണ് അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് വരുന്നത്. അതിന് മുമ്പിലുള്ള അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം വ്യക്തികൾ ആരാണ്, അത് ബാംഗ്ലൂരെ പോലെയുള്ള സ്ഥലങ്ങളിൽ പല ഹോസ്പിറ്റലിലും ക്രിമിനൽ അബോർഷൻ ഒക്കെ കോമൺ ആണ്. പലരും വന്ന് ചെയ്തിട്ടങ്ങ് പോവുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ധാരാളം നടക്കുന്നു. അതിനൊക്കെ എവിഡൻസ് കണ്ടെത്താനും കഴിയില്ല. അങ്ങനെ ഒരു കേസിൻ്റെ അന്വേഷണമായിട്ട് ആ ഒരു കംപ്ലൈനൻ്റ് ഇവിടെ ഇല്ല. അപ്പം അതിനകത്തുള്ള ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരി വേണം, അവൾ DNA കറക്റ്റുമായിട്ട് എടുക്കണം, അവളെ ആയിട്ട് ആരാണ് ശയിച്ചതെന്ന് കണ്ടെത്തണം, അയാളുടെ DNA എടുക്കണം. 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ആരാണ് കൃത്യമായിട്ട് ഈ പ്രഗ്നൻസി ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തണം. അങ്ങനെയൊക്കെ വളരെയധികം നിയമപരം വളരെ പ്രൊസീജിയറുണ്ട്. അതൊന്നുമില്ലാതെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു പരാതി എടുത്തിട്ട് വാദിയില്ലാതെ ഒരു കേസ് എടുക്കുന്നത്, അതിനകത്ത് പിന്നീട് എന്തെങ്കിലും സബ്സിക്വൻ്റ് ആയിട്ട് ഒരു ഒഫൻസ് കണ്ടെത്തിയാൽ തന്നെ അത് വിലപ്പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് വാദിയും പ്രതിയില്ല. പ്രതി എന്ന ഒരാളെ പേരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ അയാൾക്കെതിരായിട്ട് ഇന്ന് വരെ ഒരു മൊഴി ആരും കൊടുത്തിട്ടില്ല, ഒരു പ്രഗ്നൻസിയുടെ കേസും വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നത് ഒരു ഇമാജിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഒഫൻസ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു FIR ഇട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത് ഡാമേജിങ് ആണ് ആ വ്യക്തികൾക്ക്. അങ്ങനെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് ഡിഫമേഷൻ കേസ് ഫേസ് ചെയ്യേണ്ടി വരും, ഡാമേജ് കൊടുക്കേണ്ടി വരും.